നമ്മൾ പൊന്നു ഗുരുവായൂരപ്പൻ്റെ കളപ്പച്ചാർത്ത് കാണണ്ടേ. ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നപ്പോൾ ഉണ്ടല്ലോ, സ്വർണ്ണ ഊഞ്ഞാൽ പണിമയിൽ നിന്ന് അത്ര സന്തോഷത്തിൽ തൻ്റെ കുഞ്ഞിളം കൈകളോട് ഇങ്ങനെ ഊഞ്ഞാലിൽ കയറി ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഉണ്ണിയുടെ വലത് കൈയിൽ ഓടക്കുഴലുണ്ട്, ആ കയറിനോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ണിയുടെ കാലിൽ പൊൻതലകൾ കാണാൻ പറ്റുന്നുണ്ട്, പട്ടുകോണം അണിഞ്ഞിട്ടുണ്ട്. നമ്മുടെ യശോദമ്മ അത്ര മനോഹരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഒരുക്കിയേക്കുന്നത്. അരയിൽ ഇങ്ങനെ അരഞ്ഞാണ് ഇങ്ങനെ മിന്നി പറയാണ് കേട്ടോ. ആ കഴുത്തിൽ നല്ലൊരു മാങ്ങാമാലയും വളയം പോലെ ഒരു മാല ചാർത്തിയിട്ടുണ്ട്. അതുപോലെ കുഞ്ഞി പൊൻകിരീടവും ചാർത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു തിരുമുടി മാലയും കഴുത്തിൽ 2 ഉണ്ടമാലകളും ഉണ്ട് കേട്ടോ. അതിന് നെയ്വിളക്കിൻ്റെ ശോഭയിൽ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട് അത്ര മനോഹരമായിട്ടാണ് കേട്ടോ ഇന്നത്തെ കളപ്പച്ചാർത്ത്. നമ്മൾ പൊന്നു ഗുരുവായൂരപ്പൻ്റെ കളപ്പച്ചാർത്ത് കാണണ്ടേ. ഇന്ന് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നപ്പോൾ ഉണ്ടല്ലോ, സ്വർണ്ണ ഊഞ്ഞാൽ പണിമയിൽ നിന്ന് അത്ര സന്തോഷത്തിൽ തൻ്റെ കുഞ്ഞിളം കൈകളോട് ഇങ്ങനെ ഊഞ്ഞാലിൽ കയറി ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഉണ്ണിയുടെ വലത് കൈയിൽ ഓടക്കുഴലുണ്ട്, ആ കയറിനോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ണിയുടെ കാലിൽ പൊൻതലകൾ കാണാൻ പറ്റുന്നുണ്ട്, പട്ടുകോണം അണിഞ്ഞിട്ടുണ്ട്. നമ്മുടെ യശോദമ്മ അത്ര മനോഹരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഒരുക്കിയേക്കുന്നത്. അരയിൽ ഇങ്ങനെ അരഞ്ഞാണ് ഇങ്ങനെ മിന്നി പറയാണ് കേട്ടോ. ആ കഴുത്തിൽ നല്ലൊരു മാങ്ങാമാലയും വളയം പോലെ ഒരു മാല ചാർത്തിയിട്ടുണ്ട്. അതുപോലെ കുഞ്ഞി പൊൻകിരീടവും ചാർത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു തിരുമുടി മാലയും കഴുത്തിൽ 2 ഉണ്ടമാലകളും ഉണ്ട് കേട്ടോ. അതിന് നെയ്വിളക്കിൻ്റെ ശോഭയിൽ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട് അത്ര മനോഹരമായിട്ടാണ് കേട്ടോ ഇന്നത്തെ കളപ്പച്ചാർത്ത്.